ബഹ്റിനിലെ പാലക്കാട് നിവാസികളുടെ കൂട്ടായ്മയായ പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്റർ എന്ന പാക്ട് ബഹ്റിൻ സംഘടിപ്പിച്ച ഭാവലയം 2024 ശ്രദ്ധേയമായി. ഒരു ദിവസം നീണ്ട പരിപാടിയായിട്ടാണ് ബഹ്റിൻ കേരളീയ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ അരങ്ങേറിയത്. രാവിലെ ചെമ്പെ സംഗീതോത്സവം പാലക്കാട് ശ്രീറാം ഉദ്ഘാടനം നിർവഹിച്ചതിനു ശേഷം കർണാടക സംഗീതം പഠിക്കുന്ന കുട്ടികളും ബഹ്റിനിലെ സംഗീത അധ്യാപകരും ചിട്ടയായി കീർത്തനങ്ങൾ അവതരിപ്പിച്ചു. സകല ബ്രഹ്മാണ്ഡ സാമ്രാജ്യസുവൈഭവേ സുഖ സുഖാഗ്വിഭവ സംഗീത രസാനുഭാവേ വാതാപി ഗണപതിം ഭജേഹം വാതാപി ഗണപതിം ഭജേഹം വാതാപി ഗണപതിം ഭജേഹം വാതാപി ഗണപതിം ഭജേഹം. വൈകുന്നേരം പാലക്കാട് ശ്രീറാം നേതൃത്വം നൽകിയ നിളോത്സവത്തിൽ പുതുമയേറിയ മ്യൂസിക്കൽ ഫ്യൂഷൻ കാണികളുടെ മനസ്സിന് ഹരമേകി. ഫ്യൂഷനെ തുടർന്ന് നിളോത്സവത്തിന്റെ മുഖ്യ ആകർഷണമായ 50ലധികം കലാകാരന്മാർ മാസങ്ങളോളം തയ്യാറെടുപ്പ് നടത്തിയ മായിക ഏറെ ജനപ്രീതി നേടി. എന്തുപറ്റി? നീ വല്ലാതെ ഭയന്നിരിക്കുന്നല്ലോ. എനിക്ക് ചുറ്റും ആരൊക്കെ വന്ന് പേടിപ്പിക്കാൻ നോക്കി. ഇവിടെ എന്തുണ്ട്? നിന്നോട് അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനു നീ ഇവിടെ വന്നു? എന്തു പറ്റി? ഇവിടെ എന്താ? ഇതൊരു ഭൂതത്തിന്റെ ഗുഹയാ. ഈ വഴി ആരും വരാറില്ല. അതെ, ഉഗ്രരൂപിണിയാണവൾ. അസമയത്ത് ഈ വഴി തനിച്ചു വരുന്നവരെ അവൾ ഉപദ്രവിക്കും. സന്ധ്യയായാൽ പിന്നെ പറയണ്ട. വേഗം വാ, നമുക്ക് തിരിച്ചു പോകാം. എന്തൊരഴകാണ് അവൾക്ക്. അവൾ ആരാണ്? എന്റെ ശരീരവും നഖവും മുടിയും എനിക്കും അവളെ പോലെ അഴകുണ്ടായിരുന്നെങ്കിലും
ക്യാപിറ്റൽ ഡയറക്ടറേറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഫോളോ അപ്പ് ഡയറക്ടർ യൂസഫ് ലോറി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സിനിമാ സംവിധായകൻ ലാൽ ജോസ്, ഗായകൻ പാലക്കാട് ശ്രീറാം, പമ്പാവാസൻ നായർ, സേതുരാജ് കടയ്ക്കൽ, PV രാധാകൃഷ്ണപിള്ള, അനൂപ്, ഡോക്ടർ ബാബു രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. Very glad to see the diversity of the culture in India and Kerala specifically, and it's very good to enjoy it in different ways, through music, through art, through different activities. And also I'd like to take this opportunity to thank Bahrain Kerala Samajam. മറ്റ് GCC കൺട്രീസിൽ നിന്നും ബഹ്റിനെ എന്നും വ്യത്യസ്തമാക്കിയിട്ടുള്ളത് ഇവിടെ ഒരു കൾച്ചറൽ വിങ് വളരെ സ്ട്രോങ് ആണ്. ലിറ്ററേച്ചറായിട്ടും പെർഫോമിംഗ് ആർട്സുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളുകളാണ്. ഈ ഓഡിറ്റോറിയത്തിൽ തന്നെ ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. നല്ലൊരു നാടക സംഘമുണ്ട്. വായനയും കലകളെയൊക്കെ സ്നേഹിക്കുന്ന ഒരു സ്ഥലമാണ്. ഓരോ സ്ഥലത്തെ മലയാളികൾക്കും വ്യത്യാസമുണ്ട്.